കൊള്ളാവില്ല രണ്ടുപേരുടെ തോർത്തൊക്കെ കൊടുത്തെല്ലാം എന്നിട്ട് ഇതാണ് വീട്ടിൽ ക്ഷേമം. ഇതാണ് കൃഷി. നോക്കി ഞാൻ അങ്ങോട്ട് അവിടെയാണ് മെയിൻ ആയിട്ടുള്ളത്. അവിടെ ഇവിടെ അല്ല, അങ്ങോട്ട് പോണം. ഇവിടെ അച്ഛമ്മക്ക് എന്ത് ചെയ്യും? അച്ഛനില്ല, ഉണ്ട്. സന്തോഷം. നമ്മളിപ്പോ പോകുന്ന എങ്ങോട്ടാണ്? ഇപ്പൊ നമ്മുടെ കൃഷി സ്ഥലത്താണ് നമ്മൾ പാട്ടം എടുത്ത് ചെയ്യണത്. പാട്ടത്തെടുത്തിരിക്കും അല്ലേ? ആ ഓ ശരി. അത് 6 വസ്തു മോളെ? അത് അവിടെ പായിക്കാട്ടുകാരുടെ ആണോ? അയറ്. ഇപ്പൊ ഇവിടെ ഇത്രയും ബന്ധിയാണ് നട്ടിരിക്കണം നമ്മൾ ഓണത്തിനായിട്ടുള്ളത്. ഇത് കൊള്ളാമല്ലോ, ഒരു പുതിയ രീതിയാണല്ലോ വെച്ചേക്കുന്നത്. കുറെ മുളകുണ്ടല്ലോ. മുളക് പറിക്കാറായല്ലോ മോളെ. അതെന്താ പറിക്കാഞ്ഞ പിന്നെ? അത് പഴുക്കാൻ വേണ്ടിട്ടിരിക്കും. അയ്യോ, അതിന്റെ വിത്തെടുക്കാൻ വേണ്ടിയാണോ? ഇത് അമ്മയാണ്. നമസ്കാരം. എല്ലാ ദിവസവും നോക്കും. ഇവിടെ വരാത്ത ഒറ്റ ദിവസവും ഇല്ല. രാവിലെയും വൈകിട്ടും കയറും. അത്രയ്ക്ക് അടുപ്പമാണ്. ഓരോ ചെടിയെ അറിയാം. ഇതൊക്കെ പുള്ളി ഇതൊക്കെ കുത്തുകയും ഇതൊക്കെ കയറും എന്ത് ചെയ്യും? അതിന് മറ്റേ സുഡോമോണസ് അല്ലെങ്കിൽ വല്ല മറ്റേ പുകയില കഷായം കടിച്ചാണ്. പ്രിൻസിപ്പൾ നല്ല പിന്തുണയായില്ലേ? എനിക്ക് അന്നും തോന്നുന്നു നല്ലവണ്ണം ഈ കാര്യത്തിലെല്ലാം സഹായിക്കും. അതിന് നാളെ തൈ നിറഞ്ഞു ചാണാൻ ഒഴിച്ചു കൊടുത്തും പിന്നെ കോഴിവളമൊക്കെ ഇട്ട് കൊടുത്തിട്ടാ. ചാണകം ഇട്ടേക്കുന്നുണ്ടല്ലേ? ആരാ ഇതൊക്കെ ഇടുന്നത്? ഇത് ഞങ്ങളുടെ ഈ ബന്ധിക്കൊക്കെയുള്ള പ്രധാന വളം. ഇതെന്തൊക്കെ ചേർത്തിരിക്കുന്നത്? ചാണകം മാത്രമേ. ചാണകം മാത്രമേ ഉള്ളൂ? കേരളത്തിലേ കിട്ടാത്ത കുറച്ച് ഇനങ്ങളുണ്ട്. അതെനിക്ക് ഒരാൾ കഴിഞ്ഞ ദിവസം ഡൽഹി വെച്ച് തന്നതാണ്. അതിൻ്റെ ഒരു 2-3 പാക്കറ്റ് നിങ്ങൾക്ക് എത്തിക്കാം കേട്ടോ. കൃഷി, പഠനം, കളരി 3 കാര്യവും ഒരുപോലെ കൊണ്ടുപോകുന്നുണ്ട്. വിട്ടുവീഴ്ചയില്ല. എന്തോ ആവാനാണ് നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? എന്താണ്? എനിക്ക് ആഗ്രഹം ഒരു അധ്യാപികയാകണമെന്ന്. അതെന്താ അങ്ങനെ ആഗ്രഹിച്ചേ? അല്ല, എനിക്കിങ്ങനെ പിള്ളേരെ പഠിപ്പിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. യാക്കോ? എനിക്ക് കൃഷി ഓഫീസർ ആയാൽ മതി എന്ന് ആഗ്രഹം. മോളെ ഇതെന്ത് ചെയ്യും ഇതൊക്കെ? ഇതൊക്കെ ഞങ്ങള് ഇവിടെ വിളയുന്ന സാധനങ്ങളാണ് ഞങ്ങൾ ഉച്ചക്ക് കറിയായി സ്കൂളിൽ കൊണ്ടുപോകുന്നത്. ആണോ? വേറെ ഒന്നും എടുക്കുന്നില്ല? ഇല്ല. ഓ വെരി ഗുഡ്. അപ്പോൾ നമുക്ക് വിഷരഹിതമായി കിട്ടുന്നുണ്ടല്ലേ? നിങ്ങൾ കൂട്ടുകാരോട് പറയുമോ ഞങ്ങളിങ്ങനെ ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ കറികളൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് എന്ന് പറയുമോ? അവർക്കൊരു താല്പര്യം ഉണ്ടാവുന്നുണ്ടോ മറ്റു കൂട്ടുകാർക്ക്? പിന്നെ തീർച്ചയായിട്ടും നല്ല സപ്പോർട്ടാണ് സ്കൂളിൽ. അവരൊക്കെ ചെയ്യുന്നുണ്ടോ? വീട്ടില് ചെറിയ രീതി പച്ചമുളക് അവരും ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്തൊക്കെ നട്ടിട്ടുണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞല്ല വേറെ ഇപ്പൊ വഴുതനുണ്ട്, പച്ചമുളകുണ്ട്, ഇവിടെ തക്കാളിയും കാന്താരിയൊക്കെ നട്ടിട്ടുണ്ട്. ഇപ്പൊ തക്കാളി ഉണ്ട്, കാന്താരി ഉണ്ട്, പച്ചമുളകുണ്ട്, പിന്നെ വഴുതനുണ്ട്, വാഴ, ബന്ദി, വെണ്ട. ഈ ബന്ദി എല്ലാം കൂടെ ആകുമ്പോ എന്ത് ചെയ്യും? കുറച്ച് ഞങ്ങളുടെ സ്കൂളിലേക്കും കൊടുക്കാം. അത്തപ്പൂക്കളൊക്കെ വിൽക്കണം. നമുക്ക് വിറ്റ് പൈസ ഉണ്ടാക്കണേ. കിട്ടിയ പൈസ എല്ലാം കൂടെ കഴിഞ്ഞ ദിവസം എന്നെ ഏൽപ്പിച്ചില്ലേ? അയ്യോ, അത് ഞാൻ പറയാൻ മറന്നുപോയി. എന്തിനാ നമ്മൾ എന്നെ ഏൽപ്പിച്ചെന്ന് വന്നിട്ട്? അത് വയനാട്ടിലെ ദുരന്തബാധിതരെ സഹായിക്കാൻ വേണ്ടി കൃഷിയിൽ നിന്ന് കിട്ടിയ വരുമാനം ഈ 2 പേരും കൂടി കൊണ്ടുവന്ന് എന്നെ ഏൽപ്പിച്ചു. അത് ഞാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയിട്ടുമുണ്ട്. ഇപ്പൊ ഈ വെണ്ട തീരാറായിട്ട് നിൽക്കണം. അപ്പൊ നമ്മൾ അടുത്ത വെണ്ട ഇവിടെ നട്ടു കൊടുത്തിട്ടുണ്ട്. ഈ സ്കൂളിൽ കൊണ്ടുപോകുന്ന അടുത്ത തീരാൻ നേരത്തോളം അടുത്ത മാറ്റുന്നത്. ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല. ഇവിടെ നേരത്തെ ഇങ്ങനെ പീച്ചിങ്ങയും പടം അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു ബന്ദി വെച്ചിരിക്കണതിന്റെ ഇവിടെ ആയിരുന്നു. അത് കഴിഞ്ഞ പിന്നെ ഇങ്ങോട്ടാക്കി. ഈ 2 മക്കൾ എനിക്കേറെ പ്രിയപ്പെട്ട 2 കുഞ്ഞുങ്ങളാണ്, അയനശ്രീയും അനുശ്രീയും. അതിൻ്റെ പിന്നിൽ ഒരു ചെറിയ കഥ കൂടിയുണ്ട്. ഞാനൊരു ദിവസം ആലപ്പുഴ കളക്ടറേറ്റിൽ കളക്ടറുമായിട്ടൊരു മീറ്റിംഗ് ആയിരുന്നു. മീറ്റിംഗ് കുറേയേറെ വൈകി. ഞാനന്ന് ഉച്ചയ്ക്ക് ഭക്ഷണവും കഴിച്ചിട്ടില്ല. 4 മണിക്ക് ശേഷം ഞാൻ കളക്ടറേറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചേർത്തലയിലെ എൻ്റെ ഓഫീസിൽ നിന്ന് എനിക്കൊരു ഫോൺ കോളാണ്. ചേർത്തല ഗേൾസ് ഹൈസ്കൂളിൽ നിന്ന് കുറച്ച് കുട്ടികൾ കാണാൻ വന്നിരിക്കുന്നുണ്ട്, മിനിസ്റ്റർ എപ്പോൾ എത്തും എന്ന് ചോദിച്ചു. ഞാൻ ആലപ്പുഴയിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ, ഞാൻ ഉടനെ എത്താൻ പ്രയാസമാണ് എന്ന കാര്യം അവരോട് പറഞ്ഞു. എങ്കിൽ ആ കുഞ്ഞുങ്ങളോട് ഫോണിലും സംസാരിക്കാം, അവർ വന്നിരിക്കുകയല്ലേ എന്നായി. എൻ്റെ ധാരണയും കുട്ടികളും രക്ഷകർത്താക്കളും അല്ലെങ്കിൽ ടീച്ചർമാരും എല്ലാം കൂടി ആണെന്നായിരുന്നു എൻ്റെ ധാരണ. ഫോണിൽ കൊടുക്കൂ എന്ന് പറഞ്ഞു. അധ്യാപകരാരെങ്കിലും ആയിരിക്കും ഫോൺ എടുക്കുക എന്ന് കരുതുമ്പോൾ അങ്ങേ തലയ്ക്കൽ നിന്ന് ഒരു കൊച്ചു സ്വരം, ഇവളാണ്, ഈ 6ാം ക്ലാസ്സുകാരിയാണ് അങ്ങേ തലയ്ക്കൽ വന്നു നിന്നത്. ഞാൻ എന്താണ് കാര്യം? ഒന്നുമില്ല, മന്ത്രി വന്ന് കാണാൻ വന്നിരിക്കുന്നു എന്നൊക്കെ നല്ല ഗംഭീരമായി യാതൊരു പ്രയാസവും ഇല്ലാതെ അവൾ സംസാരിക്കുകയാണ്. വേറെ ആരാണ് കൂടെയുള്ളത്? ചേച്ചിയുണ്ട്, ഒരു കൂട്ടുകാരിയുണ്ട്. ഇവർ 3 പേരും കൂടിയാണ് വന്നിരിക്കുന്നത്. മന്ത്രി വന്ന് കാണണമെന്ന് കരുതി. എന്തിനാണ് കാണണമെന്ന് കരുതിയത്? ഞങ്ങൾക്ക് കുറച്ച് കൃഷിയുണ്ട്, ഞങ്ങൾക്ക് സ്വന്തമായി വസ്തുവൊന്നുമില്ല, ഞങ്ങൾ കുറച്ച് വസ്തു തൊട്ടടുത്തുള്ള ആളിൽ നിന്ന് എടുത്തിട്ട് ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. മന്ത്രി ഞങ്ങളുടെ കൃഷി കാണാനൊന്ന് വരുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്
ഞാൻ പറഞ്ഞു ഞാൻ വരാം എന്ന് പറഞ്ഞു. വേറെ ആരുണ്ട് കൂടെ ചോദിച്ചു. ഞങ്ങൾ 3 പേരും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. വീട്ടിൽ പറഞ്ഞിട്ടാണോ വരുന്നതെന്ന് ചോദിച്ചു. അല്ലാതെ പറഞ്ഞു. എത്ര മണിക്ക് നിങ്ങൾക്ക് തിരിച്ച് വീട്ടിലെത്തണം? 4:00 ഞങ്ങൾക്ക് വീട്ടിലെത്തണം. ഞാനപ്പോൾ നോക്കിയപ്പോൾ 4:20 കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു പിന്നെ കാണാം മക്കളെ എന്ന് പറഞ്ഞ് ഞാൻ വിട്ടു. ഞാൻ വരുന്ന വഴിക്ക് ഞങ്ങളൊരു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ നിർത്താൻ തുടങ്ങുമ്പോൾ എൻ്റെ ഗൺമാൻ എന്നോട് പറഞ്ഞു, സാർ 2-3 കുഞ്ഞുങ്ങൾ അവിടെ കാത്തിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല. അവരോട് ഞാൻ പറഞ്ഞു അവരെല്ലാം പോകും, അവർക്ക് ഓഫീസിൽ നിന്ന് എന്തായാലും ചായയൊക്കെ വാങ്ങിച്ചു കൊടുക്കും, അങ്ങനെ ഒരു ശീലമുണ്ട് അവിടെ, അതുകൊണ്ട് അവർ പോയിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. ഇല്ല സാർ എന്ന് പറഞ്ഞു. എന്നാൽ ഒന്നുകൂടി വിളിച്ചു ചോദിക്കാൻ പറയുമ്പോൾ ഈ 3 പേരും ഓഫീസിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ നേരെ വണ്ടി സ്പീഡിൽ വിട്ട് ചേർത്തല ഓഫീസിലെത്തുമ്പോൾ ഈ 3 എണ്ണം അവിടെ യൂണിഫോമിൽ 3 എണ്ണം ഇങ്ങനെ നിൽക്കുകയാണ്. ഇവർ നിന്നിട്ട് എന്നോട് കുറേ വർത്തമാനങ്ങൾ പറഞ്ഞു. ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. വീട്ടിൽ പറഞ്ഞിട്ടല്ല, ടീച്ചർമാരോട് ആരോടും പറഞ്ഞിട്ടില്ല. ഇവർ 3 പേരും കൂടി വന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾക്ക് തോന്നി അങ്ങനെ പോണോ വേണോ എന്നൊക്കെ സംശയമായി. ഇവർ 2 കൂടി പറഞ്ഞു അല്ല നമുക്ക് പോകാം എന്ന് പറഞ്ഞു. ഇവർ 2 ചേച്ചിയും അനിയത്തിയുമാണ്. 9ാം ക്ലാസ്സുകാരി നിൽക്കുന്നു, 6ാം ക്ലാസ്സുകാരി നിൽക്കുന്നു. 6ാം ക്ലാസ്സുകാരിയാണ് കേട്ടോ അന്നെല്ലാം ഹെഡ് ചെയ്തത്. അവളാണ് എന്നോട് സംസാരിച്ചത് മുഴുവൻ. എനിക്ക് ഭയങ്കരമായ സന്തോഷമായിപ്പോയി. നമ്മുടെ 3 കുഞ്ഞുങ്ങൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നു. അവർ നമ്മുടെ അടുത്ത് വന്ന് ഈ കാര്യങ്ങളെല്ലാം പറയുന്നു. അവരുടെ ആത്മാർത്ഥത സത്യത്തിൽ എന്നെ വല്ലാണ്ട് ആകർഷിച്ച ഒരു കാര്യമായിരുന്നു. ഞാൻ അടുത്ത ദിവസം അവിടെ ചെന്നു, സ്കൂളിൽ ചെല്ലുന്നുണ്ടായിരുന്നു. അത് കുട്ടികൾക്ക് ഉള്ള ഒരു സമ്മാനദാനമായിരുന്നു. SSLCക്ക് +2-ന് മികച്ച വിജയം നേടിയ കുഞ്ഞുങ്ങളെ അനുമോദിക്കുന്ന ചടങ്ങായിരുന്നു. ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴേക്കും ആ വഴിയിൽ വെച്ച് തന്നെ 3 എണ്ണവും എന്നെ വന്ന് പിടികൂടി. ഞങ്ങൾക്ക് കുറച്ച് കാര്യം പറയാനുണ്ട് എന്നൊക്കെ ആധികാരികമായിട്ട് അടിക്കുകയാണ്. പ്രിൻസിപ്പൾ അടക്കമുള്ള ആൾക്കാരും ചെയർപേഴ്സൺ, വൈസ് ചെയർമാൻ സകലരും നോക്കി നിൽക്കുമ്പോൾ 3 എണ്ണം വന്ന് എന്നെ പിടിച്ചു നിർത്തി. പോരുത്, ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ അന്തം വിട്ട് നിൽക്കുകയാണ്. ആധികാരികമായിട്ട് എന്നോട് പറയുകയാണ്, സാർ ഇത് സംസാരിക്കുമ്പോൾ കൃഷി കാര്യങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളോട് പറയണം. എനിക്കൊരു നിർദ്ദേശം നൽകുകയാണ്. നിർദ്ദേശമല്ല, ഏതാണ്ട് എനിക്ക് ഉത്തരവ് നൽകുന്നത് പോലെ ആട്ടണം. പിന്നെ കയറിയിട്ട് എന്താ പറയേണ്ടത്? എല്ലാവർക്കും ഓരോ ബാഗെല്ലാം കൊടുക്കണം, വീടുകളിലെല്ലാം കൃഷി ചെയ്യണം, അത് ഈ മുനിസിപ്പാലിറ്റിക്കാരോട് പറയണം, ടീച്ചർമാർക്ക് അതിൻ്റെ ഉത്തരവാദിത്വം കൊടുക്കണം എന്നൊക്കെ വിളിച്ച് മാറ്റി നിർത്തി എന്നോട് വളരെ കൃത്യമായിട്ട് തന്നെ എനിക്കൊരു ഉത്തരവ് നൽകി ഈ 3 എണ്ണം കൂടി. ഞാൻ അന്തം വിട്ടിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ 3 പെൺപിള്ളേർ വന്നിട്ട് ഇവളുമാർ 3 കൂടെ എനിക്ക് നിർദ്ദേശമല്ല എനിക്ക് ഉത്തരവ് നൽകുന്നത്. ഞാൻ ശരി എന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുകയാണ്. നല്ലവണ്ണം താമസിച്ചിട്ടുണ്ട് അവിടെ പരിപാടി തുടങ്ങാൻ. എനിക്ക് 6ാം ക്ലാസ്സുകാരി അവരോട് വീണ്ടും പറഞ്ഞു, മറക്കരുത് സ്റ്റേജിൽ കയറുമ്പോൾ ഞങ്ങൾ പറഞ്ഞ കാര്യം കൃത്യമായിട്ടെന്നോണം പറഞ്ഞിരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ആ സ്റ്റേജിൽ പറഞ്ഞു, ഈ 3 എണ്ണം എനിക്ക് ഉത്തരവ് തന്നിരിക്കുകയാണ്, അവരിത് കൃത്യമായി പറയണം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാനത് പറയുന്നു, അതുകൊണ്ട് ആ കാര്യം നമുക്ക് നടപ്പിലാക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഇവരുടെ ധൈര്യത്തെ, ഇവരുടെ ആത്മാർത്ഥതയെ, ഇവരുടെ അർപ്പണബോധത്തെ, ഇവർക്ക് ഒരൊട്ടും സങ്കോചമില്ലാതെ ഏതൊരാളിൻ്റെ മുമ്പിലും അഭിപ്രായങ്ങൾ പറയാനുള്ള ഇവരുടെ കഴിവുണ്ടല്ലോ, ആ കഴിവിനെ നമ്മളെ പ്രോത്സാഹിപ്പിച്ചേ മതിയാവുള്ളൂ. ഒരു പെൺകുട്ടിയുടെ അച്ഛൻ കൂടിയാണ് ഞാൻ എന്നതുകൊണ്ട് എനിക്ക് അതിയായ സന്തോഷമുണ്ടായി. അവർ 3 പേരും സ്കൂളിൽ താരങ്ങളായി മാറി. നേരത്തെ പറഞ്ഞല്ലോ, പ്രിൻസിപ്പൽ അടക്കമുള്ളവർ ഇവരോട് പറഞ്ഞു, ഹയർ സെക്കൻഡറിക്കാരുടെ കൃഷി കാര്യങ്ങൾ നിങ്ങൾ കൂടി ഒന്ന് നോക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഏതാണ്ട് അവിടുത്തെ കൃഷി കാര്യങ്ങൾ, സ്കൂളിലെ കൃഷിക്ക് മേൽനോട്ടം കൊടുക്കുന്ന 2 സ്കൂളിലെ കൃഷികാര്യ വിദഗ്ധരായിട്ടാണ് ഈ അനുശ്രീയും അയനശ്രീയും ഇപ്പോൾ അവിടെ നിൽക്കുന്നത് എന്നുള്ളത് വേറെ സന്തോഷകരമായ കാര്യമാണ്. ഇവർ 2 കുടുംബം ഒരു സാധാരണ കുടുംബമാണ്. അച്ഛനൊരു ഓട്ടോറിക്ഷ ഓടിക്കുന്നു, അമ്മ ഒരു പ്രീ പ്രൈമറി സ്കൂളിൽ അധ്യാപികയായിട്ട് പോകുന്നു. സ്വന്തമായി ഒരുപാട് വസ്തുവിൻ്റെ പിന്തുണയും പിൻബലവും അവർക്കില്ല. കൃഷി വല്ലാത്തൊരാഗ്രഹമാണ്. അതിവർക്ക് പരമ്പരാഗതമായി അങ്ങനെയാണ്. 5 സെൻറ്റ് കുടുകിടപ്പിനകത്താണ് അവർ ജീവിക്കുന്നത്. പക്ഷേ അവർക്ക് അപ്പോൾ സാധ്യമാവുന്നിടത്തോളം വസ്തു അവർ സമീപത്ത് നിന്നെല്ലാം എടുക്കുന്നുണ്ട്, അവിടങ്ങളിൽ കൃഷി ചെയ്യുന്നുണ്ട്. സ്വന്തമായി ഉള്ള മണ്ണിലല്ല അവരിപ്പോൾ എന്നെയും കൂട്ടി വന്നു നിൽക്കുന്നത്. അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൃഷി ചെയ്യാനായി ലഭ്യമായിരിക്കുന്ന ആ വസ്തുവിനകത്താണ് അവർ ഈ ഇച്ചിരി വട്ടത്ത് അവർ നോക്കൂ മനോഹരമായൊരു ബന്ദിത്തോട്ടം ഒരുക്കിയിട്ടുണ്ട്. കുറേ വഴുതന നട്ടിട്ടുണ്ട്, പച്ചമുളകുണ്ട്, വാഴയുണ്ട്. സാധ്യമാവുന്നിടത്തെല്ലാം അവരെല്ലാം കൃഷിയും ചെയ്യുന്നുണ്ട്. 2 വേറെയും പ്രത്യേകത നല്ലവണ്ണമുണ്ട്. നന്നായി പഠിക്കും എന്നുള്ളതാണ്. ഏതൊരു രക്ഷകർത്താവ് നോക്കുന്ന കാര്യം, ഇങ്ങനെയൊക്കെ ആണെന്നോ, വല്ലതും പഠിക്കുകയോ വല്ലതും ചെയ്യുമോ എന്ന് സ്വാഭാവികമായിട്ടും തോന്നാം. ഒരച്ഛൻ എന്നുള്ള ഇടത്തിൽ ഞാനും ചോദിച്ചു, മക്കളെ പഠിക്കുക നല്ലവണ്ണം, ആ കാര്യത്തിനകത്ത് അല്പം പോലും വിട്ടുവീഴ്ചയില്ല എന്ന് അവർ പറഞ്ഞു. ചിട്ടയായ ജീവിതമാണ് ഇത് 2ൻ്റെയും ഏറ്റവും വലിയ പ്രത്യേകത. 6 മണിക്ക് രാവിലെ എഴുന്നേക്കും. കൃത്യമായ സമയങ്ങൾ അവർ നിശ്ചയിച്ചിട്ടുണ്ട്. പഠനത്തിനും കളികൾക്ക്, കൃഷിക്ക്, കളരിക്ക് എല്ലാത്തിനും അവർ സമയം നിശ്ചയിച്ചിട്ടുണ്ട്. നമുക്ക് നല്ലവണ്ണം മാതൃകയാക്കാൻ കഴിയുന്ന, ആത്മവിശ്വാസം നൽകുന്ന, എനിക്കൊരുപാട് ഉന്മേഷവും ഉണർവും നൽകിയ, എനിക്കേറെ സന്തോഷകരമായ ദിവസങ്ങളെ സമ്മാനിക്കുന്ന 2 മക്കളാണ് ഇവർ 2 ആളും. ഈ സാഹചര്യത്തിൽ രാവിലെ
ഇവരോടൊപ്പമാകാം സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആഘോഷം എന്നുകൂടി ഞാൻ കരുതിയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ മക്കളെ എത്ര അഭിനന്ദിച്ചാലാണ് മതിയാവാതിരിക്കുക. ഇവർ രണ്ടുപേരും മാത്രമല്ല, ഇങ്ങനെ ഒരുപാട് പേർ ചേർത്തലയിലുണ്ടെന്ന് എനിക്കറിയാം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതുപോലെ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടെന്നറിയാം. അവരെയൊക്കെ ചേർത്ത് പിടിക്കാൻ, പ്രോത്സാഹിപ്പിക്കാൻ, അഭിനന്ദിക്കാൻ, അവരോടൊപ്പം നിൽക്കാൻ നമുക്കൊക്കെ കഴിഞ്ഞാൽ അതൊരു വലിയ മാറ്റമായിരിക്കും. അവരുടെ ജീവിതം അങ്ങേയറ്റം അർത്ഥപൂർണ്ണമാവുകയും ചെയ്യും. അവരാഗ്രഹിക്കുന്നുണ്ടാവാം ഇത്തരത്തിൽ ഒരു പിന്തുണയും പിൻബലവും. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഇത്തരം കാര്യങ്ങളിലേക്ക് ഒന്ന് ശ്രദ്ധ വായിക്കണം, ഒന്ന് ശ്രദ്ധ എത്തിക്കണം എന്നുള്ള വിനയപൂർവ്വമായ ഒരപേക്ഷയാണ് എനിക്കുള്ളത്. അയനശ്രീയെയും അനുശ്രീയെയും അവരുടെ രക്ഷകർത്താക്കളെയും ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുന്നു.